വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആത്മഹത്യയുമാണ് അന്വേഷിക്കുക. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ വെച്ചിരുന്നു. അഭിജിത്ത്, അന്വേഷണത്തിന്റെ രീതി എങ്ങനെയായിരിക്കും? അന്വേഷണം ട്രാക്കിലേക്ക് കയറുന്നു എന്ന് കരുതാമോ അഭിജിത്ത്? തീർച്ചയായും ഹാഷ്മി, ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. വയനാട് എസ്പിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. വയനാട് എസ്പിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഇതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുൻപ് ഈ നേരത്തെ പുറത്തു വന്ന ഈ ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ താഴെ വയലിലുള്ള വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് പീറ്റർ ജോർജ് മൊഴിയായി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് അല്പസമയത്തിനകം എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ വളരെ വലിയൊരു ആരോപണങ്ങളാണ് ഈ NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഉയർന്നു വന്നത്. CPIM തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ, ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. ഈ അർബൻ ബാങ്കിന്റെ, ബത്തേരിയിലുള്ള അർബൻ ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില കോഴ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ NM വിജയൻ അനുഭവിക്കേണ്ടി വന്നു. ഇതിനൊക്കെ പുറകിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഇതാണ് NM വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ CPIM ഒരു ഭാഗത്ത് ഉയർത്തി. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഉടമ്പടി രേഖ പുറത്തു വന്നത്. ഈ ഉടമ്പടി രേഖയും ഈ അർബൻ ബാങ്കിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതിൽ പേരുണ്ടായിരുന്നത് IC ബാലകൃഷ്ണന്റേതായിരുന്നു. ഈ ബാങ്കിൽ ജോലി തരപ്പെടുത്തി നൽകാം എന്ന് കാണിച്ച് IC ബാലകൃഷ്ണന് 30 ലക്ഷം രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു ഉടമ്പടി രേഖയാണിത്. അതിൽ മധ്യസ്ഥം നിന്നത് ഈ മരിച്ച NM വിജയനാണ്. അദ്ദേഹം DCC ട്രഷററാണ്. ഈ ഉടമ്പടി രേഖ പ്രകാരം ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചില്ല. ഈ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് വലിയൊരു പ്രശ്നമുണ്ടാകുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കേണ്ട ബാധ്യത ഈ NM വിജയന്റെ ചുമലിലേക്ക് വരുന്നു. അങ്ങനെ NM വിജയൻ ഈ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ, KPCC നേതൃത്വത്തെ തന്നെ സമീപിച്ചതിന്റെ കത്തുകളും പുറത്തു വരുന്നു. ഈ കത്തിലും പേരുണ്ടായിരുന്നത് IC ബാലകൃഷ്ണന്റേതാണ്. തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു വിവാദങ്ങളിലേക്ക് ഇത് വഴിമാറുന്നത്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് ആരോപണം ഉന്നയിക്കാൻ CPIM ഒക്കെ തയ്യാറാകുന്നതും. ഏതായാലും ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ താൻ ഇത്തരത്തിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ല, തന്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെയൊരു ഉടമ്പടി ഉണ്ടാക്കിയതായി അറിയില്ല, ഈ ഉടമ്പടി വ്യാജമാണ് എന്നതടക്കമുള്ള നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് അതാണ്. പക്ഷേ ഏതായാലും ഇതിലിപ്പോൾ ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കുന്നു പോലീസ്. ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പീറ്റർ ജോർജിന്റെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്, ബാങ്ക് ഇടപാടുകൾ ശേഖരിച്ചു വരികയാണ്. ഇത് ഈ രീതിയിലുള്ള ഈ ഉടമ്പടി രേഖ പ്രകാരമുള്ള പണം കൈമാറ്റം, ക്രയവിക്രയങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, പണത്തിന്റെ കൈമാറ്റം നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരിലേക്ക് പോയി തുടങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആത്മഹത്യയുടെ കാര്യവും ഈ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് ആ വാർത്തയുടെ വിവരങ്ങളുമായി. സുർജിത്ത്, അത് കുറച്ചുകൂടി സീരിയസ് ടേണിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ പറയുന്ന 30 ലക്ഷം രൂപ വാങ്ങിയതായി ഉള്ള ഈ ഒപ്പിട്ട രേഖ അത് വ്യാജരേഖയാണ് എന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുകയാണോ? അന്വേഷണ സംഘത്തോടും അത് തന്നെ പറയാനാണോ നേതൃത്വത്തിന്റെ ആലോചന? സുർജിത്ത്, ഏത് തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ ആരോപണങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, അബ്ദുൾ ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ചുമതലയേറ്റ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ആ രേഖ പുറത്തു വന്നതിൽ, അത് 2019 രേഖയാണ്, ആ രേഖ പുറത്തു വന്നതിൽ അതിൽ ഉടമ്പടി കരാറിൽ ഉള്ള പീറ്ററിൻ്റെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു. പക്ഷേ മൊഴിയുടെ വിശദാംശങ്ങളൊന്നും പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. കാരണം പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം. ഇനി കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. മകന് പരാതിയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മൊഴിയെടുപ്പ്, ദീർഘമായ മൊഴിയെടുപ്പിന് ശേഷമാകും ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കോൺഗ്രസിനെ വയനാട്ടിൽ പിടിച്ച് ഉലയ്ക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനെ നേരിട്ട് പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക് ഈ അന്വേഷണം മാറുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. നിർമ്മിച്ചതെല്ലാം തന്നെ വ്യാജരേഖയാണ്
ഉൾപ്പെടെ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. പക്ഷേ ആ രേഖയിൽ കൃത്യമായ രീതിയിൽ 2 രേഖയിൽ അത് NM വിജയന്റെ ഒപ്പ് പതിച്ച 2 രേഖയാണ്. ഒന്ന് ഒരു ഉടമ്പടി കരാറാണ്. ആ ഉടമ്പടി കരാർ പീറ്റർ എന്ന് പറയുന്ന റിട്ടയർഡ് അധ്യാപകനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഉടമ്പടി കരാറാണ്. 30 ലക്ഷം രൂപ IC ബാലകൃഷ്ണന് താൻ വഴി കൈമാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലൊരു രേഖയാണ്. മറ്റൊന്ന് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ അയച്ച ഒരു കത്താണ്. ആ കത്തിൽ കൃത്യമായ രീതിയിൽ KPCCക്ക് നൽകിയ കത്താണ്. ആ കത്തിലും സമാനമായ രീതിയിലുള്ള പരാമർശമുണ്ട്. പക്ഷേ IC ബാലകൃഷ്ണൻ പറയുന്നത് ഇതെല്ലാം തന്നെ നേരത്തെ വന്നിട്ടുള്ളതാണ്, ഈ വിഷയങ്ങളിൽ നേരത്തെ ചർച്ച നടന്നിട്ടുള്ളതാണ്, ഈ വിഷയങ്ങൾ KPCC അന്വേഷിച്ചിട്ടുള്ളതാണ്, ഇതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നതിന് പിന്നിൽ ശരിക്കും ഒരു ഉപജാപക വൃന്ദമുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ ഉപജാപക വൃന്ദം അത് പാർട്ടിക്ക് അകത്തു തന്നെ എന്നുള്ള ധ്വനി തന്നെയാണ് IC ബാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്നും പ്രകടമായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം CPIM ഏറ്റെടുത്തു കഴിഞ്ഞു. CPIM ഇന്നലെ തന്നെ, അതായത് മരണത്തിന്റെ ശേഷം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയതാണ്. കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുന്നു. IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി നാളെ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം കൂടി CPIM ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി K റഫീഖ് ഇതിൽ ഉയർത്തിക്കൊണ്ടുവന്ന് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല KPCCക്കെതിരെയും, KPCC ഇതുമായി ബന്ധപ്പെട്ട് KPCCയും സ്വാഭാവികമായും ഇതിൽ ഉത്തരവാദികളാണ്. ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് എത്താനുള്ള കാരണം തന്നെ KPCCയാണ്. KPCC നേതൃത്വത്തിനെതിരെയും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണനെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തണം എന്നുള്ളതാണ് CPIM ഇതിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിൽ മകന്റെ, അതായത് വിജയന്റെ മകൻ വിജേഷിന്റെ പ്രതികരണം നിർണായകമാണ്. അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക്, 2 പേരെ, മകനെ വിഷം കൊടുത്ത്, അതായത് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ് മറ്റൊരു മരിച്ച ജിജേഷിന് വിഷം കൊടുത്ത ശേഷം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എത്താൻ വിജയനെ പ്രേരിപ്പിച്ചത് എന്ത് ഘടകമാണ്? ഈ സാമ്പത്തിക ബാധ്യതയാണോ? ആ സാമ്പത്തിക ബാധ്യത വരാനുള്ള സാധ്യത എന്താണ്? അത് ഇങ്ങനെ ഈ നിയമന കോഴയിൽ താൻ മുഖേന പണം മറ്റുള്ള നേതാക്കൾക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായി വന്ന ബാധ്യതയാണോ? ആ ബാധ്യത തന്നിലേക്ക് ചുരുങ്ങിയ സാഹചര്യത്തിൽ അതിൻ്റെ മനോവിഷമം കൊണ്ടാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൽ മാത്രമാണ് വ്യക്തമാവുക. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഇതിൽ ഇങ്ങനെ ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ പറയുന്നത്. DCC നേതൃത്വം ND അപ്പച്ചൻ, DCC പ്രസിഡന്റ് പറയുന്നതും ഇതുതന്നെയാണ്.